തിരുവനന്തപുരം ജില്ലയിൽ നെയ്യാറ്റിൻകര താലൂക്കിൽ അമരവിളയിലെ ചരിത്രമാളികയിൽ ഓണം പ്രമാണിച്ച് വയനാട് ദുരന്തത്തിന് ഒരു കൈത്താങ്ങായി 18-ാം തീയതി മുതൽ 28-ാം തീയതി വരെ 10 ദിവസത്തേക്ക് പൊതുജനങ്ങൾക്ക് സന്ദർശനാവസരം ഉദ്ഘാടനം ചെയ്യാൻ എത്തിയിരിക്കുന്നത് ലഫ്റ്റനന്റ് കേണൽ ഋഷിരാജ് ലക്ഷ്മി. തൻ്റെ അമ്മയുടെ പേര് തൻ്റെ പേരിനൊപ്പം ചേർത്ത മകൻ. 2017 മാർച്ച് 4-ന് റാലിയിലുണ്ടായ ഒരു വലിയ സേനാ ഓപ്പറേഷനിൽ ജെഷി മുഹദ്ദിൻ്റെയും ഹിഷ്മുൾ മുഹദ്ദിൻ്റെയും കേന്ദ്രങ്ങളിൽ നേരിട്ട് അറ്റാക്ക് ചെയ്ത് അതിൻ്റെ പ്രധാന തീവ്രവാദികളെ അമർച്ച ചെയ്ത പട്ടാളക്കാരൻ ഒരു മാസ്ക് വെച്ച് വയനാട് ദുരന്തഭൂമിയിൽ രക്ഷാപ്രവർത്തനത്തിന് ചുക്കാൻ പിടിക്കുമ്പോൾ എൻ്റെ ജനിച്ച നാടിനു വേണ്ടി എനിക്ക് തിരിച്ചു ചെയ്യാൻ പറ്റിയ സേവനമായി കരുതുന്നു എന്ന് പറഞ്ഞ വ്യക്തി. എന്നെ കടന്നൊരു വെടിയുണ്ടയെ നിങ്ങളിലേക്ക് എത്തുകയുള്ളൂ എന്ന് പറഞ്ഞ നേതൃത്വം. സ്വന്തം ജീവനേക്കാൾ എൻ്റെ രാജ്യമാണ് എനിക്ക് പ്രധാനമെന്ന് പറഞ്ഞ കരസേനാ മേധാവി. മുൻ കരസേനാ മേധാവി ബിപിൻ റാവുത്തർ മോസ്റ്റ് ഫിയർലെസ് മാൻ, ഭയമില്ലാത്ത മനുഷ്യൻ എന്ന് വിശേഷിപ്പിച്ച യോദ്ധാവ്. ഭീകരന്മാരുടെ വെടിയേറ്റ് ഒരു കൈയിൽ അടർന്ന മുഖവും മറുകൈയിൽ തൂക്കുമായി ഭീകരരെ അമർച്ച ചെയ്ത മേജർ ഋഷി രാജലക്ഷ്മി. എന്തുകൊണ്ടും ചരിത്രമാളികയ്ക്ക് ഇത് അഭിമാന മുഹൂർത്തം. ഈ ധന്യമുഹൂർത്തത്തിൽ ചരിത്രമാളിക മാനേജിംഗ് ഡയറക്ടർ അഭിലാഷ് സ്വാഗതം പറഞ്ഞു. തുടർന്ന് ഭദ്രദീപം തെളിയിച്ച് ഉദ്ഘാടനം ചെയ്ത് കളരിഗണത്തിലെ വിദ്യാർത്ഥികൾക്ക് ആവേശം നൽകുന്ന മോട്ടിവേഷൻ പ്രസംഗവും ചെയ്തു. ഗുരുപരമ്പരയുടെ പദകമലങ്ങളിലും വാഗ്ദേവതയും ശക്തിസ്വരൂപിണിയുമായ അമ്മയുടെ പാതാര ബന്ധങ്ങളിലും പിന്നെ കളരി പരമ്പരയിലെ ഗുരുക്കന്മാരുടെ പദകമലങ്ങളിലും സമർപ്പിച്ചു കൊള്ളട്ടെ. ഒരു ആർമി ഓഫീസർ ഇങ്ങനെ പറഞ്ഞു തുടങ്ങുന്നതുകൊണ്ട് കുഴപ്പമുണ്ട് എന്ന് പറയുന്നവർ പലതും കാണും. പക്ഷേ സ്വന്തം ഭാരതത്തെയും സ്വന്തം ഗുരുപരമ്പരയെയും ഓർത്ത് തുടങ്ങുന്നത് ഒരു തെറ്റുമില്ല. അത് നിങ്ങൾ പഠിക്കേണ്ട ഒരു കാര്യമാണ്. ഗുരുക്കന്മാരെ തൊഴാനും അച്ഛനമ്മമാരെ ഗുരുക്കന്മാരായി കാണാനും നമുക്ക് സാധിക്കണം. അപ്പോൾ അത് കുഞ്ഞുങ്ങൾക്കെന്നല്ല, എല്ലാവർക്കും അതെ. വളരെ ചെറിയൊരു എൻ്റെ അടുത്ത് അഭിലാഷ് വന്നിട്ട് പറഞ്ഞിരുന്നു, ഇങ്ങനെ ഒരു ചെറിയ ഫംഗ്ഷനുണ്ട്, ഒന്ന് വരുമോ? അപ്പോൾ ഒരു ചെറിയ ഫംഗ്ഷനാണോ എന്നുള്ളതല്ല, എനിക്ക് ഇവിടുത്തെ ഓരോരുത്തരെയും എനിക്കറിയാം. അപ്പോൾ അവരോട് ഞാൻ ഒരുപാട് കണക്റ്റഡ് ആണ്. അപ്പോൾ എനിക്ക് തന്നെയല്ല, ഈ ഒരു ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ഈ ഒരു ഫൗണ്ടേഷൻ ഒരു യാതൊരുവിധമായ സ്വാർത്ഥ താല്പര്യങ്ങളും ഇല്ലാതെ ഒരു ദേശത്തിൻ്റെ പൈതൃകത്തെ ഉണർത്താൻ സാധിക്കുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ് എന്ന് വളരെയധികം ബോധ്യമുള്ളത് കൊണ്ട് തന്നെയാണ് ഇന്ന് നാളെ രാവിലെ വെളുപ്പിന് 6 മണിക്ക് എനിക്ക് പോകേണ്ടതാണ്. ഇന്ന് രാവിലെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ടായിരുന്നു. എനിക്ക് വൈകിട്ട് അതെല്ലാം മാറ്റിവെച്ചിട്ട് ഞാൻ എൻ്റെ സുഹൃത്തുമായിട്ട് ഞാൻ ഇങ്ങോട്ട് വന്നത്. അപ്പോൾ നിങ്ങളോടൊരു കാര്യം എനിക്ക് പറയാനുള്ളത്, ഞാൻ പല വേദികളിലും പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്. നിങ്ങളുടെ ലക്ഷ്യം എന്താണ് എന്ന് ചോദിച്ചാൽ അതിന് വ്യക്തമായൊരു ഉത്തരം നിങ്ങൾക്ക് പറയാൻ കഴിയണം. ജീവിതത്തിൽ എന്തായിത്തീരും എന്ന് ചോദിച്ചാൽ എന്താ പറയുക? മോള് പറ, എന്തായിത്തീരണം ലൈഫിൽ? എന്താണ് എയിം എന്ന് ചോദിച്ചാൽ എന്ത് പറയും? എന്നല്ല, ഈ നമ്മൾ പ്രായമായവരുടെയും ഒരു കുഴപ്പമാണ്, എയിം എന്താണെന്ന് പലർക്കും അറിയില്ല. അതായത് ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്താണെന്ന് നമുക്ക് പലർക്കും അറിയില്ല. അപ്പോൾ വീട്ടിൽ പോയിട്ടൊരു കാര്യം ചെയ്യണം, എന്തായി തീരണം ലൈഫിൽ എന്ന് ഇപ്പോഴേ നിങ്ങൾ തീരുമാനിക്കണം. അതിപ്പം ഒന്നുകിൽ പോലീസ് ഓഫീസറായി തീരണം എന്ന് വിചാരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അതൊരു ലക്ഷ്യമായി മാറത്തില്ല. പോലീസ് ഓഫീസറിൽ ആരായി മാറണം എന്നുള്ളതാവണം നിങ്ങളുടെ ലക്ഷ്യം. അതിൽ DGP ആവണോ അതോ SI ആവണോ, എന്തായി തീരണം എന്നുള്ളതാണ് വ്യക്തമായ ലക്ഷ്യം. അപ്പോൾ ഡോക്ടർ ആവണം എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഡോക്ടറിൽ MD വേണോ MS വേണോ, എവിടെ പോയി പഠിക്കണം, എന്തായി തീരണം എന്നുള്ള ഫൈനൽ ആ ഒരു എത്തിച്ചേരേണ്ട സ്ഥലം ആവണം നിങ്ങളുടെ ലക്ഷ്യം. അത് നിങ്ങൾ പോയി നിങ്ങളുടെ ബുക്കിൽ എഴുതി വെക്കണം, എനിക്ക് ഇന്നതായി തീരണം. അത് ഇന്നേ നിങ്ങൾ പ്രയത്നിച്ചു തുടങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേരാൻ വലിയ സമയമൊന്നും എടുക്കില്ല. അല്ലെങ്കിൽ നമ്മളിപ്പം ഞാൻ ചോദിച്ച പോലെ എന്തായി തീരണം എന്ന് പോലും നമുക്ക് അറിയാൻ വയ്യാത്ത ഒരു സമൂഹമായി പോകും നമ്മൾ. മനസ്സിലായോ? ഓക്കെ. അപ്പോൾ ഇത് വലിയവരോടും കൂടാണ് കേട്ടോ, ഇവിടെ ഉള്ളവരോടുള്ളതാണ്. കാരണം എന്തായി തീരണമെന്ന് നമുക്കും വലിയ ഐഡിയ ഒന്നുമില്ല. ഇങ്ങനെയൊക്കെ അങ്ങ് ജീവിച്ചു പോകണമെന്ന് വിചാരിക്കുന്നവരാണ് നമ്മളെല്ലാവരും. അപ്പോൾ അത് മാറ്റി ഒരു വ്യക്തമായ ദിശാബോധം ഉണ്ടാവാൻ നമുക്ക് കഴിയട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. പിന്നെ എനിക്കിവിടെ എത്താൻ കഴിഞ്ഞതിൽ
ഈ മണ്ണിൽ ചവിട്ടി നിൽക്കാൻ കഴിയുന്നത് എനിക്ക് വളരെയധികം ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു. നിങ്ങൾ ഇവിടെ എത്തിയത് നിങ്ങൾക്ക് ഒരുപാട് അഭിമാനിക്കാം. കാരണം ഇത്ര നല്ലൊരു എൻവയോൺമെൻറ്റിൽ ഇത്ര നല്ലൊരു ആയോധന കല, അതും ഇത്ര നല്ല ഗുരുക്കന്മാരിൽ നിന്ന് പഠിക്കാൻ കഴിയുന്നത് നിങ്ങളുടെ ഭാഗ്യമായി കരുതണം. അപ്പോൾ അതിലും നിങ്ങൾ നന്ദിയുള്ളവരായി മാറാൻ നിങ്ങൾക്ക് കഴിയണം. അപ്പോൾ ഈ നന്ദി എന്നുള്ള വാക്ക് ചെറിയ കാര്യമല്ല. എല്ലാ കാര്യത്തിലും നിങ്ങൾ നന്ദിയുള്ളവരായി മാറണം. വലിയവരോടുകൂടാണ് കേട്ടോ. ആരെങ്കിലും ഒരു ചെറിയ കാര്യം നിങ്ങൾക്ക് വേണ്ടി ചെയ്താലും ശരി, നന്ദി നമ്മുടെ മനസ്സിലുണ്ടാവണം. അത് ജീവിതകാലം മൊത്തം ഉണ്ടാവണം. അതിന് ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയും. അപ്പോൾ മെഡിറ്റേറ്റ് ഓൺ യുവർ ഗ്രാറ്റിറ്റ്യൂഡ്, മെഡിറ്റേറ്റ് ഓൺ ഗ്രാറ്റിറ്റ്യൂഡ്. അപ്പോൾ മെഡിറ്റേറ്റ് ഓൺ എയിം, മെഡിറ്റേറ്റ് ഓൺ ഗ്രാറ്റിറ്റ്യൂഡ്. അപ്പോൾ ഇത് വളരെ ആവശ്യമാണ് ജീവിതത്തിൽ. നന്ദിയുള്ളവരായി, ലക്ഷ്യബോധമുള്ളവരായി മാറാൻ നമുക്ക് സാധിക്കട്ടെ. താങ്ക് യു.